അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഡി എഫിന് സോൾ പർപ്പസ് ഇല്ല എന്ന് തോന്നുന്നത് ഇല്ലേ? അത് അവർക്കൊരു സംശയമാണ്. ഇനി ലൈഫ് പർപ്പസ് മാത്രമാണോ ഉള്ളത്? പലപ്പോഴും പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്നായിട്ടൊരു ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എന്താണ് കാരണം എന്നൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്ന് അവർക്ക് മനസ്സിലാവാതെ അവർ ആകെ ആശങ്കപ്പെടുന്ന ഒരവസ്ഥയിൽ ആൻസർ കൊടുക്കാൻ പറ്റാതിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ്, അതാണ് അതിൻ്റെ ക്ലൂ. ഇനി നാച്ചുറലായിട്ടുള്ള ടാലൻറ്റുകൾ എന്തൊക്കെ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ന്യൂ തിങ്സ് ട്രൈ ചെയ്യുക. നമ്മൾ ഈ സമയത്ത് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യൂണിവേഴ്സായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും സിങ്ക്രോണിസിറ്റീസും അതുപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ കൊണ്ടുവരികയും നമ്മളെ മനസ്സിൽ ഇൻറ്റ്യൂഷനായിട്ട് തോന്നിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഏത് സമയവും DMനെ കുറിച്ചുള്ള തോട്ട്സുമായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻറ്റ്യൂഷൻസ് ഒന്നും നമുക്ക് വർക്കാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ജേണിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഒരുവിധം ഹീലിംഗ് ഒക്കെ ചെയ്ത് ചേസിങ് ഒക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ ഒരു ഇന്നർ യൂണിയൻ സ്റ്റേജിൽ എത്താറാകുമ്പോൾ ഒരു DFനെ സെൽഫായിട്ട് തോന്നും. യൂണിവേഴ്സായിട്ട് തന്നെയാണ് അവർക്ക് ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നതും. പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് വഴിയും സിങ്ക്രോണിസിറ്റീസ് വഴിയൊക്കെ അവർ യൂണിവേഴ്സ് നമ്മളായിട്ട് കണക്റ്റഡ് ആവും. ഇനി നേരത്തെ സോൾ പർപ്പസ് ചെയ്ത് തുടങ്ങുന്ന പല DFസിനെയും കണ്ടുവരാറുണ്ട്. പക്ഷെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ അത് അവിടെ കിടക്കുകയും പിന്നീട് 1 വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷമൊക്കെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഹീലിംഗ് ഒരു 80% പോലും ആവാതെ ഒരാൾക്ക് സോൾ പർപ്പസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനും തെറ്റായിരിക്കും. നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യം മൂന്നാമതൊരാൾക്കോ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് യൂണിവേഴ്സ് അതിനവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ സോൾ പർപ്പസിൻ്റെ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനായിട്ടും പലതരത്തിലുള്ള വിഷൻസായിട്ടും യൂണിവേഴ്സ് തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ സമയം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്കിനി കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് പറയുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു മനസ്സിലൊരു ചോദ്യം വന്നിട്ട് സ്റ്റക്ക് ആവുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് സെൽഫ് വാലിഡേഷൻ്റെ കുറവുണ്ട്. നിങ്ങളെ സെൽഫ് വാലിഡേഷൻ ചെയ്യാൻ പഠിക്കണം. അതിനെന്താണെന്ന് വെച്ചാൽ വേണ്ടത്, നിങ്ങളൊരു ഗുഡായിട്ടുള്ളൊരു റുട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ കൂട്ടണം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡെയിലി ചെയ്യാം. നിങ്ങളിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും DMനെ കുറിച്ചിട്ടും നമ്മുടെ ലൈഫിലെ 3D ലൈഫിലുള്ള കാര്യങ്ങളിലെ ടെൻഷനുകളിലും മുഴുകിയിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊരിക്കലും ഈ ജേണിയിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സോൾ പർപ്പസ് എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഹീലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരേപോലെ ഇരുന്ന് അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലെ ഒന്നും മനസ്സിലാകാത്തതുപോലെ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല ഹീലിംഗ് എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സമാധാനം, പീസ് ഓഫ് മൈൻഡ് തരിക എന്നുള്ളതാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളെ റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓരോ പ്രശ്നങ്ങൾ റിലീസ് ആവുന്തോറും നിങ്ങളുടെ മുന്നിലുള്ള പാത്ത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാവും. നിങ്ങളത് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് സെൽഫ് വർത്തിൻ്റെ ഇഷ്യൂസ് നന്നായിട്ടുണ്ട്. മിറർ എക്സസൈസ് ചെയ്യാം. നല്ല രീതിയിൽ സെൽഫ് വാല്യൂ കൂട്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അതായത് നൈബേഴ്സൊക്കെ ഉണ്ടാവും, കാർമിക്സ്. അവരിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു ട്രിഗേഴ്സ് നെഗറ്റീവ് എങ്ങനെയാണ് നമുക്കൊന്ന് ഡീൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. കാർമിക്കിൻ്റെ ട്രിഗേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൈബേഴ്സും പലർക്കും കാർമിക്സ് ആയിട്ട് വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രിഗർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിയാക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതിന് പകരം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളത്. നിങ്ങളപ്പോൾ ജേർണലിങ് ചെയ്യുക. എന്താണ് ഇത് ചെയ്യേണ്ടത്, ഇതിനുള്ള ഒരു ഫിയർ ഉണ്ടായിരിക്കുമല്ലോ, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് നിങ്ങൾ ജേർണലിങ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കത് യൂണിവേഴ്സിൽ സമർപ്പിക്കാം. അപ്പോൾ അതൊരു ചെറിയൊരു ഹീലിംഗ് ആണ്. അതുപോലെ തന്നെ മെയിൻലി ചെയ്യേണ്ട ഒരു ഹീലിംഗ് ആണ് ഇങ്ങനെ നൈബേഴ്സ് എന്നുള്ള ട്രിഗേഴ്സ്, കാർമിക് എന്നുള്ള ട്രിഗേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക.
അതുപോലെ തന്നെ ഫോർഗീവ്നെസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇമ്മീഡിയറ്റായിട്ട് അതിനെ പ്രതികരിച്ച് ആ പ്രശ്നത്തിനെ വഷളാക്കുന്നതിന് പകരം ആ പ്രശ്നത്തിന് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് പ്രതികരിക്കാതിരിക്കുക. ഞാനിവിടെ ഉദ്ദേശിച്ചത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ലൈഫിൽ വരുമ്പോൾ സഡനായിട്ട് എടുത്ത് ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്, അല്ലാതെ പ്രതികരിക്കാതിരിക്കണമെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർമിക്സിൻ്റെ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ അവരോട് ഫോർഗീവ്നെസ് കൊടുക്കുക. അവർക്ക് നമ്മൾ ഫോർഗീവ്നെസ് കൊടുക്കുന്തോറും ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിൽ നിന്ന് കട്ടായിട്ട് പോകും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ബോഡിനെ നമ്മൾ എന്താ പറയുക, റിലാക്സേഷൻ കൊടുക്കുക, നമ്മൾ ബ്രീത്തിങ് ചെയ്യുക, നമ്മൾ വാക്കിംഗ് ചെയ്യുക. ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് വരുന്നത് ഒരിക്കലും ഒരു പണിഷ്മെൻ്റ് അല്ല, അത് നിങ്ങൾക്ക് തരുന്ന സിഗ്നലാണ്, ഹീലിങ്ങിനുള്ള സിഗ്നലാണ്. അപ്പോൾ നിങ്ങൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു രക്ഷ ലഭിക്കും. ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യനാണ്, സൈലൻറ്റ് സെലിബ്രേറ്റഡ് ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ഞാൻ ഇപ്പോൾ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ആണെങ്കിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സെലിബ്രേറ്റഡ് ട്വിൻ ഫ്ലെയിം ആണെങ്കിലും നോർമൽ ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിലും എല്ലാ ട്വിൻ ഫ്ലെയിം ജേണിയിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റേജസ് ഉണ്ട്. അതെല്ലാവരും തന്നെ അതിലൂടെ ഗോ ത്രൂ ആവേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനായിട്ട് ആകെ ഒരു കാര്യമുള്ളത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയാണ്. സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുമ്പോൾ ഈ സൈലൻറ്റ് സെലിബ്രേറ്റഡ് ട്വിൻ ഫ്ലെയിം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സെലിബ്രേറ്റഡ് ട്വിൻ എന്ന് പറയുന്നത് ആ ട്വിൻ ഫ്ലെയിം എപ്പോഴും സൈലൻ്റ് ആയിരിക്കും. വൺ പേഴ്സൺ ഭയങ്കര പബ്ലിക് വിസിബിലിറ്റി ഉള്ള ഒരാളും അതർ ആളിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നോർമൽ ആളും ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഇൻറ്റേർണലി ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ല ഇവിടെ നടക്കുക. സൈലൻറ്റ് സെലിബ്രേറ്റഡ് ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു പുഷാണ് നിങ്ങൾക്ക് വരിക. ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക വെച്ചാൽ പലതരത്തിലുള്ള സിങ്ക്രോണിസിറ്റീസും പലതരത്തിലുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെ യൂണിവേഴ്സലായിട്ടുള്ള കുറേ സയൻസ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ വിസിബിലിറ്റി ഫിയർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യുക. ഹീലിങ്ങും ബാക്കിയുള്ള സോൾ പർപ്പസ് ആക്ടിവേഷൻ ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും എല്ലാ ട്വിൻ ഫ്ലെയിംസിനും ഒരുപോലെയാണ് വരിക. ഇതിൽ സൈലൻറ്റ് സെലിബ്രേറ്റഡ് ട്വിൻ ഫ്ലെയിംസിലാണെങ്കിൽ കുറച്ച് കൂടുതൽ ഡെപ്ത് ആയിരിക്കും അവരുടെ കർമ്മ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒട്ടും കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇവർ പലതരത്തിലുള്ള ഇൻഡ്യൂഷൻ വഴി അല്ലെങ്കിൽ ഡ്രീംസ് വഴിയൊക്കെയാണ് ഇവർക്ക് സയൻസ് കിട്ടുക. അപ്പോൾ ആ സയൻസിനനുസരിച്ച് ഹീലിങ്സ് ചെയ്യുക. മെയിൻലി നമ്മളെപ്പോഴും ചെയ്യേണ്ടത് അബാൻഡൻമെൻറ്റ് ഇഷ്യൂസും ഇന്നർ ചൈൽഡ് ഹീലിംഗും ഒക്കെ വളരെ നന്നായിട്ട് ചെയ്യാം. മിറർ എക്സസൈസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സെപ്പറേഷൻ്റെ സമയത്ത് ഈ DM കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ചെയ്തപ്പോൾ ഒരു എന്താണ് പറയേണ്ടത്, ഒരു ഒഴിഞ്ഞു പോകാനും ഇഷ്ടമില്ല. അതായത് സെപ്പറേഷൻ്റെ സമയത്ത് കോണ്ടാക്റ്റ് ചെയ്തു, അപ്പോൾ DM-നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ DM ഒന്ന് പോകൂ, എനിക്ക് തന്നെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുമല്ലോ, അതുപോലെ ചെയ്തു. അപ്പോൾ അവർക്കത് ഒരുപാട് വിഷമമായിട്ടുണ്ട് ഇവിടെ DF-ന്. സോ അവർ DF ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കാർമിക് ആണോ ട്വിൻ ഫ്ലെയിംസ് ആണോ എന്നൊന്നും എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. അവരാകെ ലോ എനർജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ കാർമിക് ആണെങ്കിലും ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിലും ഇനി അതർ എന്തെങ്കിലും സോൾ ജേർണീസ് ആണെങ്കിലും നമ്മളെപ്പോഴും നമ്മളുടെ സെൽഫ് വർത്ത് കാത്തു സൂക്ഷിക്കുക. നമ്മളോട് ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണല്ലോ അയാൾ നമ്മളിൽ നിന്നും ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. നമ്മൾ അയാളുടെ ആ റീസണെ അല്ലെങ്കിൽ അയാൾ എടുത്തിട്ടുള്ള ആ ഡിസിഷനെ നമ്മൾ ബഹുമാനിക്കുക. ഇതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. അവിടെയാണ് നിങ്ങളുടെ സെൽഫ് വർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സെൽഫ് വർത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടും. നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുക്കാതെ നമ്മൾക്ക് ഒരിക്കലും ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടില്ല. ഇനി സ്നേഹം, ലവ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങാനായിട്ട് പറ്റില്ല. ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതൊരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ വരുമ്പോൾ സെപ്പറേഷൻ്റെ സമയത്ത് DM-നെ അങ്ങോട്ട് പോയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവരെ കൂടുതൽ ഓടാനും കൂടുതൽ അവരിൽ ബ്ലോക്കേജ് ഉണ്ടാക്കാനും മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. നിങ്ങൾ ഈ സമയത്ത് ഹീലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഹീലിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാത്ത് തുറന്നു തരും. നിങ്ങളുടെ ഓരോ തരത്തിലുള്ള പെയിൻസും ഓരോ തരത്തിലുള്ള ബ്ലോക്കേജസും നിങ്ങൾക്ക് റിലീസാവും. 7 ചക്ര മെഡിറ്റേഷനാണ് ഈ സെപ്പറേഷൻ്റെ സമയത്ത് ഡെയിലി മുടങ്ങാതെ ചെയ്യേണ്ടത്.
1 or 2 മന്ത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഒരു 6 മന്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ചെറിയൊരു കോണ്ടാക്റ്റെങ്കിലും വരും. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും പവറും മനസ്സിലാവുക. നമ്മളൊരു ഹീലിങ്ങും ചെയ്യാതെ DMൻ്റെ പുറകെ പോയതുകൊണ്ട് നമ്മളുടെ ടൈം വേസ്റ്റ് ആവും, ജേർണി ഡിലേ ആകും എന്നല്ലാതെ വേറൊരു ഉപകാരവും ഇല്ലയെന്ന് മനസ്സിലാക്കാം. ഇനി കാർമിക് ആണോ ട്വിൻ ഫ്ലെയിം ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. കാർമിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻ ആൻഡ് ഔട്ട് എനർജി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭയങ്കര ഒരു ആങ്സൈറ്റി, ഡിപ്രഷനൊക്കെ ഉണ്ടാകും. നിങ്ങൾക്കൊരു ഗ്രോത്തും ഉണ്ടാവില്ല. നിങ്ങളൊരു ഹീലിംഗ് പ്രോസസ്സിലേക്കും കടക്കില്ല. നേരെ മറിച്ച് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്കും പലതരത്തിലുള്ള മെഡിറ്റേഷനിലേക്കൊക്കെ കടക്കും. അതൊരു സൈനാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇന്നർ ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഫിയേഴ്സും റിലീസ് ചെയ്യും. നിങ്ങൾ ഒരു പ്യുവർ ഡിവൈൻ എനർജിയിലേക്ക്, ഫെമിനൈൻ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെയാണെന്ന്. അപ്പോൾ കാർമിക് എന്ന് പറയുന്നത് ഒരേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ എനർജി വെറുതെ ഡ്രെയിൻ ആകുന്നുള്ളത് മാത്രമാണ് മിച്ചം. ഒരു ട്വിൻ ഫ്ലെയിം ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രിഗർ കിട്ടും. എങ്കിലും അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും നിങ്ങളെ തന്നെ ടോട്ടലി ചേഞ്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം, സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ സോൾ പർപ്പസൊക്കെ പതുക്കെയാണ് നടക്കുക. നിങ്ങളുടെ ട്രിഗേഴ്സൊക്കെ ഹീൽ ചെയ്യാനായിട്ട് പലതരത്തിലുള്ള സിഗ്നൽസ് വഴിയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഒരു സൈലൻറ്റ് ഡൈനാമിക് എന്ന് പറയുന്നത് ഈ ഒരു സൈലൻറ്റ് സെലിബ്രിറ്റി ട്വിൻ ഫ്ലെയിം ജേണിയിൽ വളരെ നോർമലാണ്. അത് DM അവർക്കൊരു ഫിയർ കൊണ്ട് അവർ ഇതൊരു ഫേക്കായിട്ടുള്ള കണക്ഷനാണോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് അവർ അത്രയും കാലം സൈലൻ്റായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ ഈ ഹീലായി കഴിയുമ്പോൾ ആ ഒരു DMൻ്റെ ഭാഗത്തു നിന്നും ഒരു സെലിബ്രിറ്റി സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിലും കോണ്ടാക്റ്റ് വരും. അത് ഒരു സോൾ പർപ്പസ് ക്ലിയർ ആകും. ആ സമയമാകുമ്പോഴേക്കും കാർമിക് ക്ലിയറൻസ് ഒക്കെ നടന്നിട്ടുണ്ടാവും. DMs കോണ്ടാക്റ്റിൽ വരും കേട്ടോ. അപ്പോൾ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണി ഏകദേശം ഒരു എൻഡ് ആകുന്നു എന്നുള്ളൊരു സമയമാണത്. സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഒരു സപ്രേഷൻ, ആ സംഭവിക്കുന്ന ഒരു സപ്രേഷൻ കുറച്ച് ഡെപ്ത് ആയിരിക്കും, ഇമോഷണലി ഡെപ്തും ആയിരിക്കും. അതുകൂടെ തന്നെ ലോങ്ങിങ്ങും ആയിരിക്കും. കാരണം ഇവിടെ കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഡ്രീംസിലും ടെലിപ്പതിക്കിലുമാണ് നടക്കുന്നത്. അതിൽ നിന്നുള്ള ട്രിഗറിൽ നിന്നാണ് ഒരു DF നിങ്ങൾ സ്വയം റിയലൈസ് ചെയ്ത് ഹീലിംഗ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓരോ സ്റ്റേജസിലും നിങ്ങൾക്ക് തുണയായിട്ട് ഡിവൈൻ ഉണ്ടാവും, യൂണിവേഴ്സ് ഉണ്ടാവും. ഈ ജേണിയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അത് ഏറ്റവും ഫസ്റ്റ് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അത്രയാണുള്ളത്.